ഒരു 10-26 വർഷം മുമ്പ്, ശരിക്കും പറഞ്ഞാൽ 26-27 വർഷത്തിന് മുമ്പ് കാലടിയിൽ വീട് പണിയുമ്പോൾ എനിക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഈ ചിത്രങ്ങൾ അതിൻ്റെ യഥാർത്ഥ ഭംഗിയിൽ കാണിക്കുക എന്നുള്ളത്. കാരണം കേരളത്തിൻ്റെ ഒരു കൾച്ചർ അനുസരിച്ച് അന്ന് കേരളത്തിലൊരു ആർട്ടിസ്റ്റിന് ഗാലറി ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. ഞാൻ ചിത്രകല തുടങ്ങി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ തുടങ്ങി എൻ്റെ അടുത്ത് ചിത്രങ്ങൾ വാങ്ങാനും അതുപോലെ തന്നെ എൻ്റെ ചിത്രങ്ങൾ കാണാനും ഒക്കെ ആൾക്കാർ വന്നു തുടങ്ങിയ ഒരു കാലം പെട്ടെന്ന് തന്നെ എനിക്കുണ്ടായി. അപ്പോൾ ആദ്യകാലങ്ങളിൽ ഈ കട്ടിൻ്റെ അടിയിൽ നിന്നും മേസയുടെ അടിയിൽ നിന്നൊക്കെ പെയിൻറ്റിങ് എടുത്ത് കാണിക്കുമ്പോൾ നമ്മളുടെ ഉൽപ്പന്നത്തിന് ഒരു വില അവർ തരില്ല. ഉൽപ്പന്നം മീൻസ് നമ്മുടെ ക്രിയേഷന് ഒരു വില തരില്ല. അപ്പം അന്ന് തുടങ്ങി ഞാൻ ആഗ്രഹിക്കണം ശരിക്കും ഒരു പെയിൻറ്റിങ് എങ്ങനെ കാണിക്കണമെന്ന് വെച്ചാൽ ശരിക്കും ഒരു പെയിൻറ്റിങ്ങിനെ കാണിക്കേണ്ട രീതിയിൽ അതിൻ്റെ ലൈറ്റിങ്, അതിൻ്റെ ഫ്രെയിമിങ്, സ്പേസ്, അങ്ങനെയൊക്കെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അക്കാലഘട്ടത്ത് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീട് വെച്ച സമയത്ത് കാലടിയാണ് ഞാൻ ആദ്യമായിട്ട് വീട് വെച്ചത്, ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അവിടെ വീട് വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു നല്ലൊരു ഗാലറിയാണ് ആദ്യം ഉണ്ടാക്കിയത്. അതായത് കേരളത്തിലെ ഫസ്റ്റ് റെസിഡൻഷ്യൽ ഗാലറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇൻറ്റീരിയറായ ഒരു ഗ്രാമത്തിൽ ശരിക്കും ഒരു 10-100ഓളം പെയിൻറ്റിങ്സ് നല്ല ലൈറ്റിങ്ങോട് കൂടി. ഞാൻ വീടിന് എൻ്റെ സൗകര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ വലുപ്പത്തിൽ ആ വീട്ടിൽ പെയിൻറ്റിങ്ങിന് പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വളരെ അത്ര ഇൻറ്റീരിയറായ സ്ഥലത്ത് അക്കാലഘട്ടത്ത് ക്യാമ്പുകളും അതുപോലെ തന്നെ ഒരുപാട് കേരളത്തിലെ അന്നത്തെ ടോപ്പ് മോസ്റ്റായിട്ട് നിൽക്കുന്ന എല്ലാ ഇൻറ്റീരിയർ ഡിസൈനേഴ്സിനെയും ഞാൻ അവിടെ കൊണ്ടുപോകും. ഒരു ചുമർ ചിത്രകലയ്ക്ക് വേണ്ടി ഒരു ഗാലറി ഉണ്ടാക്കിയത്. പിന്നെ അന്ന് എന്നെ കളിയാക്കിയിരുന്ന ആൾക്കാരെല്ലാം പിന്നീട് വീട് വെച്ചിട്ട് ഒരു സ്പേസ് ഉണ്ടാക്കിയ ആൾക്കാരാണ്. ഇപ്പോൾ കേരളത്തിലെ ഈ ഒട്ടുമിക്ക ആർട്ടിസ്റ്റിനും ഒരു മുറിയെങ്കിലും വരക്കാനായിട്ടൊരു ഇടം ഉണ്ടാക്കുന്നുണ്ട്. 27 വർഷം മുമ്പ് ചിന്തിക്കാൻ പോലും പറ്റൂലായിരുന്നു. ഇത് വിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് ഒരു സർവേ നടത്തി കഴിഞ്ഞപ്പോൾ ആ സർവേയിൽ പെയിൻറ്റിങ് വിറ്റ് ജീവിക്കുന്നവരെ കുറിച്ചുള്ളതിൽ ഞാൻ വന്നു. ആ കാലത്ത് എൻ്റെ കൂടെ വന്നവരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 40 വർഷം മുന്നിൽ സഞ്ചരിച്ചിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിന് വിൽക്കാനും ഇതിനൊരു സാധ്യതയുണ്ടെന്നൊക്കെ നമ്മൾ തെളിയിച്ചു എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാനിങ്ങനെ എനിക്കൊരു പുഴ വേണമായിരുന്നു. നല്ലൊരു സ്പേസ് അന്വേഷിച്ച് ഇപ്പോൾ ടീച്ചർ പറഞ്ഞതുപോലെ ഞാൻ 3-4 സ്ഥലങ്ങളൊക്കെ നോക്കി. അത് കഴിഞ്ഞിട്ട് അവിടെ ഒന്നും ചെയ്യാതെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഒരു സ്പേസ് എടുത്തു. എന്നിട്ട് ഇവിടെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ആർട്ടിസ്റ്റ് റെസിഡൻസി ആണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഇവിടെ താമസിച്ച് വരക്കാം, എക്സിബിഷൻ നടത്തിയിട്ട് പോവാം. അതുപോലെ തന്നെ പബ്ലിക്കിന് ഇവിടെ വന്ന് എങ്ങനെ പോയാലും നമ്മളൊരു ആർട്ട് ആൻഡ് മൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു തീമിൽ തന്നെ ഈ 27 വർഷം കൊണ്ട് ഒരു 10-400 പേരുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പ് ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടിക്കും പങ്കാളികളാവുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വന്നുകൊണ്ട് അവരുടെ ഷോ നടത്തിയിട്ടുണ്ട്. നമ്മുടെ ഷോകൾക്ക് അവരുടെ സപ്പോർട്ട് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു കൾച്ചറൽ ആക്ടിവിറ്റി ആയിട്ടുള്ള ഒരു സ്പേസ് ആയിട്ടും ആക്ട് ചെയ്തു. ഇവിടെ വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ട്. ഒരു സാധാരണക്കാരനായ ഒരാളുടെ തിങ്കിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാവാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു. കാരണം അങ്ങനെ ഒരു എളുപ്പത്തിൽ നേടാവുന്നൊരു സംഭവമല്ലല്ലോ അത്. ഇതൊരു 25 കൊല്ലം മുമ്പ് ഞാൻ ചെയ്ത വർക്കാണ്. ഇത് ആസ്പെക്ട് ഷീറ്റാണ്. ഇത് ശരിക്കും ചുമരിൽ എങ്ങനെയാണോ നമ്മൾ കളർ അപ്ലൈ ചെയ്യുന്നത് അതേപോലെ ചെയ്തിരിക്കണതാണ്. ഇത് സാധാരണ ഇത് എൻ്റെ വീടിൽ കിണർ കുഴിച്ചപ്പോൾ കിട്ടിയേക്കല്ല. ഇത് അസൽ ചുമപ്പ, അതായത് ചുമപ്പ്, ഈ ചുമപ്പ ഇതിൻ്റെ പൗഡറാണിത്. അപ്പോൾ ഇതേപോലെ തന്നെ മഞ്ഞക്കല്ലുകൾ, ഇത് കാലടിയിലെ കല്ലാണ്. പ്രാദേശികമായിട്ട് കേരളത്തിൽ ഓരോ ഇടങ്ങളിലെ ചിത്രങ്ങൾക്ക് കളർ കൊണ്ട് വ്യത്യാസം ഉണ്ടാവാറുണ്ട്. കോട്ടയം ജില്ലയിലാണ് ഏറ്റവും നല്ല ചുമപ്പും മഞ്ഞയും കിട്ടുന്നത്. അപ്പോൾ ഇത് കോട്ടയം ജില്ലയിലെ മഞ്ഞാണ്. എന്താ ഈ മഞ്ഞക്കല്ല് അത്ര മഞ്ഞൾ പിടിച്ചതുപോലെ ഇരിക്കും. അപ്പോൾ ആ മഞ്ഞയാണ് ഈ മഞ്ഞക്കല്ല് കളറ്. ഇത് എരിവിക്കറ എന്ന് പറഞ്ഞിട്ട് ജാവ സുമാത്രയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു മരത്തിൻ്റെ ചറവും. ഇതൊരു മരത്തിൻ്റെ ചറവാണ്. ഈ പച്ച അപ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇത് അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ ഇത് ഇൻഡിഗോ എന്ന് പറഞ്ഞൊരു ചെടി ചതച്ചിട്ട് അത് വാറ്റിയെടുക്കണേ. കട്ടനീലം എന്ന് പറയും. നീലമരി ഇതല്ല, നീലമരി ഈ കളറാ വരുള്ളൂ. ഇത് ഈ ബ്ലൂവാ. ഇത് ആര്യവേപ്പിൻ്റെ പശയാണ്.
ആര്യവേപ്പിന് ഇങ്ങനെ കുത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തൊലിയമേന്ന് വന്ന കളറുകളാണ്, ഒരു ചറവാണ്. ഇത് ഈ കളറിൽ 10-1 അംശം ചേർത്തിട്ട് പശയ്ക്ക് പകരം ഉപയോഗിക്കുന്നതാണ്. ഇങ്ങനെയാണ് ഇത്. ഇതുപോലെ തന്നെ നീലാമരിയുടെ ഇല ഇടിച്ച് പിഴിഞ്ഞിട്ട് ആ നീര് കൊണ്ടാണ് ഈ കളർ ചെയ്യണത്. ഇത് കോപ്പർ സൾഫേറ്റ് വാഷ് ചെയ്യണതാണ്. ഇതിൻ്റെ മീതെയാണ് ഈ കളർ, വെജിറ്റബിൾ കളർ എപ്പോഴും കോപ്പർ സൾഫേറ്റിൻ്റെ മീതെ ചെയ്യണം. പിന്നെ കറുപ്പ് എണ്ണ വിളക്ക് കത്തിച്ചിട്ടുള്ള അതിൻ്റെ കാർബൺ എടുത്തിട്ടാണ് ചെയ്യുന്നത്. എല്ലാ കളറിലും പശ ചേർക്കും. പശ കൂടിക്കഴിഞ്ഞാൽ ഇത് അടന്നു പോകും. ഒരു ചിത്രകാരൻ്റെ ഒരു കഴിവാണ് ആവശ്യത്തിന് പശ ചേർക്കുക എന്നുള്ളത്. CM അത് പ്രകാശിപ്പിച്ചു. 14-ാം തീയതി ഗ്രാമത്ത് പോയി അവാർഡും വമ്പിച്ച ക്യാഷ് അവാർഡും ഒക്കെ കിട്ടി.